ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മലപ്പുറത്തൂടെയുള്ള യാത്രകളുടെ ബാക്കി തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ പോണത് വേറെ എവിടേക്കുമല്ല, TK കോളനിയിലേക്കാണ്. അപ്പോൾ അതാ ഇക്കായും ബ്രദറിൻ്റെ മോളും ഞാനുമാണ് കേട്ടോ ബൈക്കിലുള്ളത്. ബാക്കി എല്ലാവരും ഓട്ടോയിലുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ നമ്മൾ TK കോളനിയിലേക്ക് യാത്ര തിരിച്ചു. നല്ല അടിപൊളി സ്ഥലമെന്നാണ് കേട്ടോ കേട്ടത്. പ്രകൃതി ഭംഗിയും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള നല്ലൊരു എന്താ പറയുക, പുഴയും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. വെയിൽ നല്ല ശക്തിയായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോണതിനിടയ്ക്ക് ഈ ഒരു ചൂടും കാര്യങ്ങളും ഒന്നും നമ്മൾ അറിയുന്നേ ഇല്ല. അത്ര രസമാണ് കേട്ടോ ആ ഒരു യാത്ര. കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡിൻ്റെ ഇരുവശങ്ങളിലും തേക്കും പിന്നെ റബ്ബർ എസ്റ്റേറ്റും ഒക്കെയാണ്. പിന്നെ അതാ ഒരു സ്കൂളും അതിൻ്റെ മതിലും ഒക്കെയാണ് ഇത് കാണുന്നത്. അത് കഴിയുമ്പോഴേക്കും ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ലൊരു കുന്നുംപുറമാണ് കാണുന്നത്, വലിയ മലകളും ഒക്കെ ആയിട്ട്. അതിനിടയിൽ ചെറിയ ചെറിയ തെങ്ങും തോട്ടവും കവുങ്ങും തോട്ടമൊക്കെ ഉണ്ട്. കുറേയൊക്കെ വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എങ്കിലും ആ ഒരു പച്ചപ്പും ഹരിതാപയും അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു പച്ചപ്പും പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത്തരം സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ പൊതുവേ എനിക്ക് ഇത്തരം സ്ഥലങ്ങൾ, ഈ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കൂടുതലും തിരക്കുള്ള ഏരിയകളെക്കാളും എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ആസ്വദിച്ചാണ് ഇത്തരം പ്രകൃതിയുള്ള യാത്രകൾ ഞാൻ എൻജോയ് ചെയ്യാറുള്ളത്. അങ്ങനെതാ TK കോളനി എന്ന ആ ഒരു ബോർഡും നമ്മളത് വെൽക്കം ചെയ്തു. അങ്ങനെതാ നമ്മൾ ആ ഒരു പുഴയിൽ എത്തിച്ചേർന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചൂടും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തേടി നമ്മൾ യാത്ര ചെയ്തതാണ്. അങ്ങനെ അവസാനം ഇവിടെ എത്തിച്ചേർന്നു. വീട്ടിൽ പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വെള്ളമുള്ള ഏരിയയിലേക്കാണല്ലോ പോണത്, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം മക്കളോടൊപ്പം വെള്ളത്തിലൊക്കെ കളിച്ചു. എന്നിട്ട് ആ ഒരു തുണികളൊക്കെ അലക്കിയിട്ട് ആ പാറയിൽ അങ്ങനെ വിരിച്ചിട്ടു. അപ്പോൾ അതും ഒരു നെക്സ്റ്റ് അനുഭവമായിട്ടാണ് കേട്ടോ തോന്നിയത്. നല്ലൊരു ഫീലായിരുന്നു. തുണികളൊക്കെ കഴുകി വിരിച്ചു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി, കാരണം അത്രയ്ക്ക് വെയിലാണ് അടിക്കുന്നത്. പിന്നെ ഒരു പാലമാണ് കേട്ടോ ഇവിടെ. അതിൻ്റെ രണ്ട് സൈഡിലും വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പം വേനലായതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല, മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. എങ്കിലും ചെറിയ ഒരു തടാകം പോലെയൊക്കെ അവിടെ തെളിഞ്ഞ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അങ്ങനെ നമ്മളിത് കുറേ നേരം ആ ഒരു വെള്ളത്തിൽ മക്കളൊക്കെ എൻജോയ് ചെയ്ത് കളിച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ്. ആകാശം മുട്ടിയൊരുമ്പി നിൽക്കുന്ന ആ ഒരു റബ്ബർ മരങ്ങളുടെയും തേക്ക് മരങ്ങളുടെയും ഇടയിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ആ ഒരു പ്രകൃതി ഭംഗി ഞാൻ ആസ്വദിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തൊന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്കറിയില്ല. അറിയുന്നത് പോലെയൊക്കെ ഞാനിതാ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് സാധനങ്ങളും ബൈക്കിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഷൂട്ടിങ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. അങ്ങനെതാ TK കോളനി എന്ന ആ ഒരു ബോർഡ് വീണ്ടും പിന്നിട്ടുകൊണ്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ചിന്നേതാ നമുക്കായിട്ട് ഒരു അടിപൊളി നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. ബീഫ് റോസ്റ്റ് നേരത്തെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെതാ പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ട് ഈവനിങ് ആയപ്പം ഞാനും ചിന്നായും കൂടി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. വെള്ളത്തിലൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തതല്ലേ, അപ്പോൾ അവർക്ക് നല്ല ടയേർഡായിരുന്നു അവർ. നമ്മൾ പിന്നെ പെട്ടെന്ന് കയറിയായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം അങ്ങനെ പരിസരത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ ചിന്നയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു ഈ ഒരു നടത്തയിൽ. അവരോട് അനുവാദം ചോദിക്കാതെ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അനുവാദം ചോദിക്കാനും വിട്ടുപോയി, അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ അവരോട് ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് നിന്ന് ചില്ല് ചെയ്തതിന് ശേഷം ഞാനും ചിന്നയും കൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. പിന്നെ അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ എവിടെ പോകാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കേരളാംകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഈ ഒരു വേനൽക്കാലത്ത് അവിടെ വെള്ളച്ചാട്ടം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഗൂഗിളിലെ ഫോട്ടോസൊക്കെ കണ്ടപ്പം നല്ല അടിപൊളി ഫോട്ടോസാണ്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ പോയതാണ്.
അങ്ങനെ ഇതാ കേരളാംകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ താഴെയായിട്ട് ഒരു പീടിക പോലെ ഒരു പെട്ടിക്കട എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഉപ്പിലിട്ടതും പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ചെറിയ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സോഡാ സർബത്തില്ലേ അതൊക്കെ കഴിച്ചു. കാരണം ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റൂല. ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി പോണത്. അപ്പോൾ താഴെയുള്ള ഈ ഒരു കട മാത്രമേ അവിടെ ഉള്ളൂ. കസിൻ്റെ ചെറിയ മോനാണിത്. എൻ്റെ മോളുമായിട്ട് നല്ല കമ്പനിയാണ് ആള്. ചേച്ചി ഇഷ്ടപ്പെട്ടോ? ഐശു ചേച്ചി ഇഷ്ടപ്പെട്ടോ? ഐശു ചേച്ചി കൊള്ളാമോ? പൊളിയാണോ? കൊള്ളാം സെറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഈ ഒരു നറുനണ്ടിയുടെ ലെമൺ സർബത്തൊക്കെ കുടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആറാം തമ്പുരാനിൽ മോഹൻലാൽ പറഞ്ഞ കണക്ക് അവസാനത്തെ സിപ്പും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജീപ്പിലാണ് കേട്ടോ മുകളിലേക്ക് പോകാനുള്ളത്, കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ജീപ്പ് മാത്രമേ അവിടെ പോവുള്ളൂ, മറ്റ് വാഹനങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാറിലൊക്കെ പോയി കഴിഞ്ഞാലും ആ ഒരു കാർ ഇവിടെ താഴെ നിർത്തിയതിന് ശേഷം നമ്മൾ ഇവരുടെ ജീപ്പിൽ തന്നെ കയറി യാത്ര ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെയുള്ള ഒരു ഏരിയ ആണത്. അങ്ങനെ ഇതാ ജീപ്പ് വന്നതും നമ്മളെല്ലാവരും കൂടിയിട്ട് ജീപ്പിലേക്ക് കയറാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഈ ഒരു ജീപ്പ് മുകളിൽ പോയിട്ട് നമ്മൾ എപ്പോഴാണോ തിരിച്ചു വരുന്നത് ആ ഒരു സമയത്ത് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. 500 രൂപയാണ് കേട്ടോ ചാർജ്. അങ്ങനെ ഇതാ മക്കളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സും ഒക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു യാത്ര എൻജോയ് ചെയ്യുകയാണ്. കാടിനുള്ളിലൂടെയുള്ള ഒരു അടിപൊളി യാത്രയാണ് കേട്ടോ. അതും നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഒരു 10-15 മിനിറ്റ് കാടിനുള്ളിലൂടെ കുണ്ടും കുഴിയും നിറഞ്ഞ ആ ഒരു വഴികളിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മളിതാ കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. അപകട മേഖലയെക്കുറിച്ച് അറിവ് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയ ഒരു ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ മക്കൾ നിന്ന് വായിക്കുകയാണ്. ഇതൊക്കെ വായിച്ചതിന് ശേഷം മെല്ലെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ കുത്തനെയുള്ള ഒരു ഇറക്കമാണ് കേട്ടോ ആദ്യം വരുന്നത്. അപ്പോൾ മെല്ലെ പിടിച്ച് എല്ലാവരും ആ ഒരു സൂക്ഷിച്ച് തന്നെ ആ ഒരു ഇറക്കം ഇറങ്ങി താഴോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ മഴ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെറിയ മഴയുള്ള ആ സമയത്ത് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പം എന്തായാലും വഴുക്കലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മക്കളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വേനൽക്കാലം തന്നെ നന്നായിട്ട് ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവർ സ്വതന്ത്രമായിട്ട് അങ്ങ് നടന്നോളുമല്ലോ. മറ്റൊന്ന് നമുക്ക് അവരെ പിടിക്കണം, അവരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഒരു ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പിന്നെ സ്മൂത്തായിട്ട് അവരങ്ങ് നടന്നു പോവും, വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കുത്തനെയുള്ള ഇറക്കം ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിറങ്ങുകയാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. എന്തായാലും ഷൂട്ടിംഗ് ശ്രദ്ധിച്ച് ഇത് നടന്നു കഴിഞ്ഞാൽ ഞാൻ അവരെയൊക്കെ അടുപ്പിച്ചിട്ട് അവർക്ക് മുന്നേ ഫസ്റ്റ് എത്തും, എന്തായാലും വീഴുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് നല്ല സൂക്ഷിച്ച് നടന്നു. അങ്ങനെ കുത്തനെയുള്ള ആ ഒരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റീസൊക്കെ തങ്ങുന്ന ആ ഒരു ഏരിയയിൽ നമ്മളെത്തും. അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്സാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാം. പിന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ടും കാര്യമായിട്ടും ഒന്നും എനിക്കറിയില്ല. അറിയുന്നത് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ. ഇപ്പോൾ കേരളാംകുണ്ട് വെള്ളച്ചാട്ടത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇതാ ആ ഒരു സ്റ്റെപ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വിശാലമായൊരു ഗാർഡനിലേക്കാണ് കേട്ടോ പോണത്. അടിപൊളി ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. നല്ല രസമാണ് ആ ഒരു പൂക്കളൊക്കെ കാണാനായിട്ട്. പൂക്കളും ചെടികളും ഒന്നും പറിച്ച് നശിപ്പിക്കരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ആ ഒരു പച്ചപ്പിനെ തൊട്ട് തലോടാതെ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്ര മനോഹരമാണ് കേട്ടോ ഈ ഒരു പ്രകൃതി ഭംഗിയും ചെടികളും ഗാർഡനും ഒക്കെ ആയിട്ട്. നല്ലൊരു ആംബിയൻസാണ് അവിടെ കാണാനായിട്ട്. ആ ഒരു ഗാർഡൻ കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോഴേക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇരുമ്പ് പാലമാണ്. ഈ പാലത്തിൻ്റെ 2 സൈഡുമാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇപ്പോൾ വെള്ളമില്ല.
വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളച്ചാട്ടമായിട്ടൊന്നുമില്ല. എങ്കിലും കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ കുളിക്കുകയാണ്. അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ രണ്ട് സൈഡും. അപ്പോൾ നമ്മൾ ആ ഒരു പാലത്തിലൂടെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഈ ഒരു ഇരുമ്പ് പാലം താഴെ ഒരു പുഴ പോലെ അല്ലെങ്കിൽ എന്താ ഒരു തടാകം പോലെ കെട്ടി നിൽക്കുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ എത്തുന്നത്. അപ്പോൾ അവിടെയും നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി ഉള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആ ഒരു പാലം കടന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഈ ഒരു പാലമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റെപ്സുമായിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് താഴെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ ഭംഗിയോടുകൂടി ആസ്വദിക്കാൻ കഴിയും. ഈ ഒരു പടികൾ ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. വലിയ രീതിയിലില്ലെങ്കിലും ചെറിയ തോതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ ഒരു പാറയിടുക്കുകൾക്കിടയിലൂടെ ആ ഒരു ജലസ്രോതസ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ ഒരു പ്രകൃതി ഭംഗിയും കൂടി ചേർത്ത് ഷൂട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച് ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശമൊക്കെ ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ട് പോലുള്ള ഏരിയയിൽ നമ്മളെത്തും. അവിടെ നിന്ന് താഴേക്ക് തടാകത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജലസ്രോതസ്സിലേക്ക് ഇറങ്ങാനായിട്ട് വലിയൊരു വടം കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പിടിച്ച് വേണം നമ്മൾ ഈ ഒരു പാറയൊക്കെ ചവിട്ടി താഴേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെതാ നമുക്കൊക്കെ ഇറങ്ങാൻ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എന്തായാലും ഇതുവരെ വന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങാതെ പോണ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങണം, നീന്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ള ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ആ വന്ന ഡ്രസ്സിൽ തന്നെ അങ്ങ് ഇറങ്ങുകയാണ്. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്നത് ബ്രദറിൻ്റെ കയ്യിലൊരു തോർത്താണ്. അപ്പോൾ ഇക്ക പിന്നെ അതും വാങ്ങിയിട്ട് അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം പിന്നെ വേനലായതുകൊണ്ട് അധികം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലാന്നേ ഉള്ളൂ. വളരെ കുറച്ചായാലും ഒരു വെള്ളമുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കുറച്ചേ വെള്ളമുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും ആഴമുണ്ടെന്ന് തോന്നും. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു പച്ചപ്പ് കണ്ടാൽ നമുക്കറിയാം ആഴമുള്ളതായിട്ട്. അങ്ങനെ ഇതാ ഇക്ക അതിലേക്ക് ഇറങ്ങിയിട്ട് നീന്താൻ ഉള്ള പുറപ്പാടിലാണ്. അപ്പം നീന്തൽ അറിയുന്ന ആൾക്കാർക്ക് എന്തായാലും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന ആ ഒരു വെള്ളത്തിനേക്കാളും എത്രയോ ഭയങ്കര തണുപ്പാണ് ആ ഒരു വെള്ളത്തിനെന്ന് പറയുന്നുണ്ട്. കയറിയതിന് ശേഷം ഒക്കെ പറഞ്ഞതാണ്. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഒരു സമയത്തായിരുന്നെങ്കിൽ ഈ ഒരു പ്രകൃതി ഭംഗി വേറെ ലെവലായതിനെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേയൊക്കെ അങ്ങനെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എങ്കിലും മരങ്ങളൊക്കെ ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഒരു നല്ലൊരു പ്ലേസാണ് കേട്ടോ. നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു കേരളംകുണ്ട് വെള്ളച്ചാട്ടം. അങ്ങനെ ഇതാ ഇക്ക ഇറങ്ങിയതിന് ശേഷം ബ്രദറിനെ ഒരു കമ്പനിക്കായിട്ട് വിളിച്ചു. ഡ്രസ്സൊക്കെ ചീത്തയാവും അല്ലെങ്കിൽ നനയെന്ന് കരുതിയിട്ട് ആൾ ഇറങ്ങാതെ നിന്നതാണ്. അവസാനം ഇക്കയുടെ വിളി സഹിക്ക വയ്യാതെ അവസാനം ഇറങ്ങി. അങ്ങനെ ഇതാ താഴോട്ട് ആ ഒരു വടത്തിലൂടെ ഇറങ്ങി പോവുകയാണ്. പിന്നെ നല്ല തണുപ്പുള്ള വെള്ളമായതുകൊണ്ട് ആദ്യം തന്നെ നീന്താനൊന്നും പറ്റൂല. ആദ്യം ആ ഒരു തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഇക്കതാ മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് നീന്തി പോവുകയാണ്. അങ്ങ് അറ്റത്തൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് സ്ഥലമൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അറിയാത്ത സ്ഥലത്തൊക്കെ നീന്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണമല്ലോ. അതുകൊണ്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഇക്ക നീന്തുന്നത് കണ്ടപ്പോൾ പിന്നെ മുകളിൽ നിൽക്കുന്ന ഓരോരുത്തർക്കായിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മോള് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു വടത്തിലൂടെ പിടിച്ചിട്ട് ഇക്ക അവളെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഇറങ്ങാനായിട്ട്. ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് മടിച്ച് എല്ലാവരും നിൽക്കുകയാണ്. എല്ലാവർക്കും ഇറങ്ങാനായിട്ട് നല്ല താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ മോളും ബ്രദറിൻ്റെ മോനും കൂടി ഇറങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഇക്കത അവരെ വന്ന് കൂട്ടിക്കൊണ്ട് വീണ്ടും തിരിച്ച് പോവുകയാണ്. ആദ്യം മടിച്ചു നിൽക്കുന്നവരൊക്കെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ തിരിച്ച് കയറ്റാനാണ് കേട്ടോ പാട്. അവരെ വിളിച്ചാൽ തന്നെ വരില്ല. അവരങ്ങനെ ആ ഒരു വെള്ളത്തിലങ്ങനെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ.
അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർ ഇറങ്ങാൻ മടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് മുകളിൽ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ ഇറങ്ങി വന്ന് നമ്മൾ ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ മക്കളൊക്കെ അദ്ദേഹം എടുത്തിറക്കി. അവർ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി കേട്ടോ. കാരണം സ്ഥിരം അവർ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശീലമാണ്. പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ആക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വെള്ളം ഇങ്ങനെ കാണുന്ന പോലെയല്ല, ആ ഒരു വെള്ളച്ചാട്ടം വരുന്ന ആ ഒരു പോയിന്റിലെ ആ ഒരു ഭാഗത്ത് 12 അടി താഴ്ചയുണ്ട്. അപ്പോൾ നീന്തൽ അറിയുന്നവർ മാത്രമേ അങ്ങോട്ട് പോകാവൂ. അല്ലാത്തവർക്ക് ഈ ഒരു ഭാഗത്ത് ആ ഒരു മണൽ കാണുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു കയറാം. നീന്തൽ അറിയുന്നവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ധൈര്യം കൊടുത്ത് പ്രേരിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ കൂട്ടുകാരോടൊക്കെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ അവൾക്ക് ധൈര്യമായി. അങ്ങനെ അവളെയും സെക്യൂരിറ്റി ചേട്ടൻ ഇറക്കി കൊടുക്കുകയാണ് താഴോട്ട്. പിന്നെ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇറങ്ങാനായിട്ട് തോന്നും, ഒരു ധൈര്യമൊക്കെ വരും. അങ്ങനെ ബ്രദറും ബ്രദറിൻ്റെ വൈഫൊക്കെ വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ മക്കളൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു സേഫ്റ്റി റിങ്ങൊക്കെ സെക്യൂരിറ്റി ചേട്ടൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വീണ്ടും മുകളിലേക്ക് കയറി. ഏറ്റവും അവസാനം ഞാനും ചിന്നയും മാത്രമായി മുകളിൽ. ബാക്കി ഞാൻ ഈ ക്യാമറ ഉള്ളത് കൊണ്ടും പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒട്ടും ഇറങ്ങാൻ തയ്യാറായില്ല. എന്നെ എല്ലാവരും വിളിച്ചതാണ് താഴേക്ക് വരിക, നല്ല എൻജോയ് ചെയ്യുക, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നാലും പോയില്ല. ഞാൻ പിന്നെ ഈ ഒരു ടോപ്പ് വ്യൂവും അതിൻ്റെ ആ ഒരു മനോഹാരിതയൊക്കെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിയിട്ട് അവരുടെ നീന്തലും എൻജോയ് ചെയ്ത് അങ്ങനെ മുകളിൽ തന്നെ നിന്നു. പിന്നെ അവരങ്ങനെ ഒരുപാട് സമയം ആ ഒരു വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു. ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ ചിലവഴിച്ചു. അപ്പോഴേക്കും കുറേ അധികം ആൾക്കാർ വീണ്ടും ഇവിടേക്ക് വന്നു. അവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നീന്തലും എൻജോയ് ചെയ്യലും ഒക്കെ ആയിരുന്നു. കുറച്ചധികം നേരം വെള്ളത്തിൽ അങ്ങനെ എൻജോയ് ചെയ്തതിന് ശേഷം അവരെല്ലാം ഓരോരുത്തരായിട്ട് തിരിച്ച് കയറി വരികയാണ്. ഇറങ്ങുന്നതിനേക്കാളും കയറാനാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടെന്ന് തോന്നി. ഓരോരുത്തരായിട്ട് ആരോ വടത്തിൽ പിടിച്ച് ശ്രദ്ധിച്ച് മുകളിലേക്ക് കയറി വരികയാണ്. എല്ലാവരും കയറിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഇക്കായും വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയുടെ ഒരു ഇൻബാലൻസ് ഉണ്ടാവില്ലേ, ഒരു ബാലൻസ് കിട്ടാത്ത പോലെ ആവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഇപ്പോൾ ഇക്കുള്ളത്. ഇപ്പോൾ മുകളിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ വീഴുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു വരുമ്പോഴും ഞാൻ ആ ഒരു ഗാർഡനിങ് നല്ലോണം ആസ്വദിച്ചു കേട്ടോ. ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു വ്യൂ അവിടെ നിന്ന് നോക്കുമ്പം വളരെ ഭംഗിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയും ഒരു ഭംഗിയുമാണ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നല്ലൊരു ഇറക്കമായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു ഇറക്കം മുകളിലേക്ക് കയറ്റമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ എന്തായാലും സ്പീഡിൽ താഴേക്ക് എത്തും. അപ്പോൾ അത്രയ്ക്കും കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു വഴിയാണ്. അപ്പോൾ കുറേ നടന്നപ്പോഴേക്കും ബ്രദറിൻ്റെ മോൾക്ക് കാല് നല്ലോണം വേദന എടുത്തു. അപ്പോൾ പിന്നെ അവളെ തോളിലേറ്റി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ഒരുപാട് സന്ദർശകർ ജീപ്പിലൊക്കെ ആയിട്ട് അവിടെ എത്തുന്നുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ കേരളാംകുണ്ടിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജീപ്പ് ആ ഒരു കുണ്ടും കുഴിയും നിറഞ്ഞ കരിങ്കല്ല് പാകിയ വഴികളിലൂടെ തിരിച്ചു പോവുകയാണ്.
കുറച്ച് ഭാഗം മണലിട്ട റോഡും പിന്നെ കുറച്ച് ടാർ ചെയ്തതും അത് കഴിഞ്ഞ് വീണ്ടും കരിങ്കല്ല് പാകിയ വഴികളുമാണ്. അതുകൊണ്ട് തന്നെ ജീപ്പിൽ നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. മക്കളൊക്കെ ആ ഒരു കരിങ്കല്ല് പാകിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ആന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സൗണ്ട് എന്താ സാധകം ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി. അങ്ങനെ കൂട്ട ചിരിയായിരുന്നു കേട്ടോ ജീപ്പിനുള്ളിൽ. ഇതാണ് കേട്ടോ ഒരു ചെറിയ ടാറിട്ട റോഡിന് ശേഷം ഇതുപോലെ കരിങ്കല്ല് പാകിയ വഴിയാണ്. അപ്പോൾ അടിപൊളിയുള്ള ഒരു എന്താ പറയുക നല്ലൊരു വൈബുള്ള യാത്രയായിരുന്നു. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തു. വാനംമുട്ട വളർന്നു നിൽക്കുന്ന ആ ഒരു മരവും കാടും അതിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയും ഒന്നും പറയാനില്ല, അടിപൊളി, വളരെ രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിതാ തിരിച്ച് ജീപ്പിൽ കയറി ആ ഒരു സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, കാരണം അങ്ങനെയുള്ള പ്ലേസ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്ത് ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ. പാർക്കിലേക്ക് പോണ വഴിക്കും രണ്ട് സൈഡിലും പുഴയും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ രീതിയിൽ വെള്ളവും ഉണ്ട് കേട്ടോ അവിടെ. റോഡിന് ഇരുവശവും ആൾക്കാരൊക്കെ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. എങ്കിലും പ്രകൃതി ഭംഗിക്ക് യാതൊരു കുറവുമില്ല. നിറയെ മരങ്ങളും തെങ്ങുംതോപ്പും കവുങ്ങിൻ തോപ്പും ഒക്കെയാണ്. കൂടുതലും കൊക്കോ മരങ്ങളാണ് കേട്ടോ. കൊക്കോ കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്രീൻലാൻഡ് പാർക്ക് എന്ന ആ ഒരു ബോർഡും കാണാം. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം നമ്മളിതാ ആ ഒരു പാർക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഗ്രീൻലാൻഡ് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കും ഉള്ളത്. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. രണ്ട് സൈഡിലും നിറയെ മരങ്ങളാണ്. കൊക്കോയും ജാതിക്കയൊക്കെയാണ് കേട്ടോ നിറയെ ഉള്ളത്. ഈ ഒരു റിസോർട്ടിലേക്കുള്ള ടിക്കറ്റിൻ്റെ കൗണ്ടർ വരുന്നത് ഇവിടെയായിട്ടാണ്. ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50 റുപ്പീസാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂളിനൊക്കെ സെപ്പറേറ്റ് ആണ് ചാർജ്. അങ്ങനെ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ പ്രകൃതി ഭംഗിയുടെ അടിപൊളി സൈറ്റ് തന്നെയാണ് കേട്ടോ ഇതും. ഞാൻ ഏതായാലും കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ടു വെക്കുക. നടന്ന് തളർന്നു വരുന്നവർക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ട് വിശ്രമ സ്ഥലങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
പിന്നെ ഇതാ ഇഷ്ടം പോലെ കൊക്കോയും ജാതിക്കയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 2 ജാതിക്ക എടുത്ത് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയതാ, ഇതിന് ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ കുട്ടികൾക്കുള്ള ആ ഒരു പാർക്ക്. അപ്പോൾ ഇതാ മക്കളൊക്കെ ഓരോ റൈഡിലൊക്കെ കയറിയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാണ്. ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെ നമുക്ക് ചെറിയ ലഘുഭക്ഷണമൊക്കെ കിട്ടും. ചായയും കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓരോരുത്തരായിട്ട് ഒരു ചായയും കേക്കും ഒക്കെ കഴിക്കുകയാണ്. പിന്നെ അതാ ഇവിടെ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്, ഇവിടെ ദാ നിസ്കരിക്കാനായിട്ട് ഈ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മുറികളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലുള്ള ബാംബു ഹട്ട് റെസ്റ്റിംഗ് പ്ലേസസും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇതാ മക്കൾ പോയിട്ട് ലോലിപ്പോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് കേട്ടോ ആ ഒരു പാർക്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. നല്ല അടിപൊളി ചൂടത്താണ് നമ്മൾ പോയത്. പക്ഷേ എങ്കിലും ഈ ഒരു സമയത്തും ആ ഒരു കാലാവസ്ഥ വളരെ വളരെ മനോഹരമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. ഈവനിംഗ് ഒക്കെ മക്കൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. നമ്മളൊരു ഈവനിംഗ് ഒക്കെ ആയപ്പോഴാണ് പിന്നെ തിരിച്ച് പുറത്തിറങ്ങിയത്. ഇനി നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനോട് കൂടി നമ്മൾ യാത്ര തിരിക്കുകയാണ്. കേരളാംകുണ്ടിൽ നിന്ന് നമ്മളിതാ തിരിച്ചെത്തി. ഇവിടെ കാളികാവിലുള്ള കസാമിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വീഡിയോയിലും നമ്മൾ കസാമിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതെന്നാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ അത് പൂക്കോട്ടുംപാടത്തുള്ള കസാമിയാണ്. ഇത് കാളികാവുള്ള കസാമിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. മക്കളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു.
നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് റൈസ് ഐറ്റംസ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഴിമന്തിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മലപ്പുറം യാത്രകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.